കാണാതോളം കൺകൾ നീട്ടി തിരുവരയിൽ മണിപ്പൊന്നരഞ്ഞാണു കെട്ടി ദേഷ്യന്മാരെ വിരട്ടി കരുണ കടമിഴിക്കോണിലെന്നും പുരട്ടി പാരിൻ ദുഃഖം വരട്ടി പദമലർ പണിയുന്നോരെ ആനന്ദമൂട്ടി ചേലിൽ തൻ പീലിയാട്ടി കരളി മരുവണി നന്ദഗോപന്റെ കുട്ടി. അങ്ങനെയാണ് ഭഗവാന്റെ കഥ കാര്യങ്ങൾ. കരളിന് മരുവിയാ മതി, അട്ടപ്പാറ പൂജ ചെയ്യാൻ അടിച്ച തന്നാ മതി, വേറൊന്നും നമുക്ക് വേണ്ടല്ലോ. ഭഗവാൻ വേറൊന്നും നമുക്ക് വേണ്ടി ചെയ്തു തരാനില്ല. അങ്ങനെ നമുക്ക് ഇനിയിപ്പം എന്താ പറയുന്നത്, നാഗസ്തോത്രം. യമുന എന്റെ ശിരസിനെയും കൃഷ്ണ കണ്ണുകളെയും ശ്യാമ പുരികക്കൊടികളെയും നാഗവാസിന് എന്റെ നാസികയും രക്ഷിക്കട്ടെ. ഇതാണ് കവചം. ഒരു കവചം ഉണ്ടല്ലോ, നാരായണ കവചം, അങ്ങനെ ഓരോ കവചങ്ങള്. പരമാനന്ദ രൂപിണി കപോലങ്ങളെയും ഭഗവാന്റെ വാമാംസത്തിൽ നിന്നും ഉത്ഭവിച്ച കൃഷ്ണ ഇരു കർണങ്ങളെയും രക്ഷിക്കട്ടെ. കാളിന്തി എന്റെ അധരങ്ങളെയും സൂര്യകന്യക ചിബുകത്തെയും യമസോദരി, അതായത് യമസോദരി എന്ന കാളിന്തില്ലേ, കഴുത്തിനെയും മഹാനദി എന്റെ ഹൃദയത്തെയും രക്ഷിക്കട്ടെ. കൃഷ്ണപ്രിയ പൃഷ്ഠഭാഗത്തെയും തടിനി ഇരു കൈകളെയും ശ്രോണി പ്രദേശത്തെയും ചാരുദർശന കടിപ്രദേശത്തെയും രക്ഷിക്കട്ടെ. രംഭോരു എന്റെ ഗുരുദ്വയത്തെയും കാൽമുട്ടുകളെ അഖഭേദിനിയും കണങ്കാലുകളെ രാസേശ്വരിയും പാദങ്ങളെ പാപഹാരിണിയും രക്ഷിക്കട്ടെ. ഇപ്രകാരം യമുനാ കവചം, ഇതിന്റെ പേര് യമുനാ കവചം എന്നാണ് കേട്ടോ. മന്ത്രം ഭക്തിയുക്തം 10 തവണ ജപിച്ചാൽ മതി. നിർധനനും ധനവാനായി ഭവിക്കും. ബ്രഹ്മചര്യവ്രതത്തോടെ ഈ സ്തോത്രം 3 മാസം ജപിച്ചാൽ എന്തായിത്തീരുന്നോ, അവന് സർവരാജാധീശത്വം ലഭിക്കും. 3 മാസം ഭക്തിയോടെ ബ്രഹ്മചര്യവ്രതത്തോടെ ഈ സ്തോത്രം ജപിച്ചാല് സർവരാജ്യത്തിന്റെയും അധീശത്വം അവന് ലഭിക്കുമെന്ന് പറഞ്ഞു വെച്ചു. രാവിലെ എഴുന്നേറ്റ് ഈ കവചം ജപിക്കുന്നവന് സർവതീർത്ഥ സ്നാന ഫലം ലഭിക്കും. ഒടുവിൽ അവൻ ഗോലോക പ്രാപ്തി നേടുകയും ചെയ്യും. ഇനി സർവസിദ്ധികരമായ യമുനാ സ്തോത്രം കേട്ടുകൊള്ളുക. എന്താ പറയുന്നേ, ഒരുവന്റെ ദേഹത്തിലെ രോമങ്ങൾക്ക് തുല്യ നാവുകൾ ഉണ്ടെങ്കിലും അത്രയും നാവ് അനന്തന് 1000 നാവേ ഉള്ളൂ. അതിനേക്കാളും നാവ് ഉണ്ടെങ്കിലും കൂടി എന്ന് പറയണം. കളിന്ത നന്ദിനിയുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ സാധ്യമല്ല. നമ്മൾ സാധാരണ പറയാം 1000 നാവുള്ള അനന്തന് പോലും പറ്റൂല എന്നാ. ഇത് അതിനേക്കാളുമാണ് പറയുന്നത്. രോമം അത്രയും, നമ്മുടെ ശരീരത്തിൽ രോമങ്ങളുടെ അത്രയും നാവുണ്ടെങ്കിലും കൂടിയും വർണ്ണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ സ്തോത്രം നിത്യവും കാലത്ത് ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ സർവ ഐശ്വര്യങ്ങളോടെ ജീവിച്ച് ഒടുവിൽ മുക്തി അടയുന്നു. അടുത്തതായി നമുക്ക് കാളിന്തി പദ്ധതി ജ്ഞാനിയായ അങ്ങേക്ക് കേൾപ്പിക്കാം. കാളിന്തി പദ്ധതി അങ്ങേക്ക് കേൾപ്പിക്കാം മഹാരാജാവേന്ന് ആര് പറയണു? നമ്മുടെ നാരദ മഹർഷി, ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. പ്രണവം ഉച്ചരിച്ചതിന് ശേഷം ബീജാക്ഷരങ്ങൾ ജപിക്കണം. 11 ലക്ഷം സംഖ്യ ജപിച്ചാൽ സർവാർത്ഥ സിദ്ധിയാണ് ഫലം. 11 പ്രാവശ്യം ജപിച്ചാൽ എല്ലാം വിചാരിച്ചതെല്ലാം കിട്ടും. പീഠത്തിന്മേൽ 16 ദളം പത്മമിട്ട് ശ്രീകൃഷ്ണൻ ന്യാസം ചെയ്ത് ഗംഗ, വിരജ, കൃഷ്ണ, ചന്ദ്രഭാഗ, സരസ്വതി, ഗോമതി, കൗശികി, വേണു, സിന്ധു, ഗോദാവരി, വേദസ്മൃതി, വേത്രവതി, ശതദ്രു, സരയു, ഋഷികുല്യ, കകുത്മതി എന്നീ നദികളെ പൂജിക്കുക. ഓരോ നദികളുടെ പേര് കേട്ടോ. ഓരോ ദളത്തിലും വീണ്ടും വീണ്ടും മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂജിക്കുക. വൃന്ദാവനും ഗോവർദ്ധനും വൃന്ദയും തുളസി ഇതെല്ലാം പൂജിക്കപ്പെടേണ്ടത് തന്നെയാണ്. ബ്രഹ്മചാരിയും മൗനവ്രതസ്ഥനുമായ ഭൂമിയിൽ ശയിച്ച് യവവും ഇലകളും, യവം എന്ന് പറഞ്ഞാൽ ഒരു ധാന്യാണ്, അതും മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാമക്രോധ ലോഭ മോഹ മത മാത്സല്യാദികൾ വെടിഞ്ഞ്
ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉദയത്തിൽ കാളിന്തി സ്നാനം ചെയ്ത് കാലത്തും മധ്യാഹ്നത്തിലും സന്ധ്യക്കും സന്ധ്യാവന്തന തർപ്പണാദികൾ ചെയ്തുകൊണ്ട് ജപിക്കണം കേട്ടോ. ദശലക്ഷം ബ്രാഹ്മണരെ ഉപചാരപൂർവം ഭോജനം കഴിപ്പിച്ച് സ്വർണം, വസ്ത്രം, പാത്രം മുതലായവ ദാനം ചെയ്ത് സന്തുഷ്ടരാക്കുകയും വേണം. ഇങ്ങനെ ആയാൽ മന്ത്രസിദ്ധി കൈവരും. ഇങ്ങനെ പദ്ധതിയും പറയപ്പെട്ടു. ഒടുവിലായി കാളിന്തി സഹസ്രനാമം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. കാളിന്തിക്കൊണ്ട് സഹസ്രനാമം, എല്ലാവർക്കും സഹസ്രനാമമുണ്ട്. നമ്മളെ വിചാരം ഭഗവാന് മഹാവിഷ്ണുവിന് മാത്രമേ സഹസ്രനാമമുള്ളൂ, പിന്നെ ശമള, ലളിതാ സഹസ്രനാമം അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ എല്ലാവർക്കും സഹസ്രനാമം ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ വശകാരകവും സർവസിദ്ധിപ്രദവുമായ കാളിന്തി സഹസ്രനാമം ഞാൻ അങ്ങക്ക് കൽപ്പിച്ചു തരാം. ഈ കാളിന്തി സഹസ്രനാമം കീർത്തിപ്രദവും സർവാഭിഷ്ട സിദ്ധിപ്രദവും മഹാപാപഹരവുമാണ്. ഇത് ദീർഘായുസ് നൽകുന്നു. രാത്രി ഒരിക്കൽ മാത്രം ചൊല്ലിയാൽ ചോര ഭയം ഉണ്ടാവുന്നതല്ല. കള്ളന്മാരാ പേടിക്കേണ്ടി വരൂല. കാളിന്തി ദേവിയെ ധ്യാനിച്ച് ഭക്തിയോടെ 10 ജപിച്ചാൽ ബന്ധനസ്ഥൻ മുക്തനാകും. കെട്ടിൽപ്പെട്ട ആള് അതോ ഇപ്പം ജയിലെല്ലാം കൊണ്ടിട്ടാണെങ്കിൽ ആ ജയിൽവാസം മതിയാക്കി പുറത്തേക്ക് വരാൻ പറ്റും എന്ന് പറയുന്നു. രോഗിക്ക് ആരോഗ്യം വീണ്ടും കിട്ടും. ഗർഭിണി പുരുഷ പ്രജയെ തന്നെ പ്രസവിക്കും. വിദ്യാർത്ഥി പണ്ഡിതനായി തീരും. ഉച്ചാടനം, സ്തംഭനം, മാരണം, വശീകരണം, ശോഷണം, ദീപനം, ഉന്മാദനം, നിധിദർശനം മുതലായി മനുഷ്യൻ എന്താണ് ഇച്ഛിക്കുന്നതെങ്കിൽ അത് പ്രാപ്യമാകും. ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയും ക്ഷത്രിയൻ ചക്രവർത്തിയും വൈശ്യൻ നിധിപതിയും ശൂദ്രൻ പരിശുദ്ധനുമായി ഭവിക്കും. നിഷ്കാമനായി ദേവിയിൽ ദൃഢമായ ഭക്തിയോടെ ജപിക്കുന്നവൻ ജീവൻ മുക്തനായി ഭവിക്കും. ഇങ്ങനെ യമുന പഞ്ചാംഗം കേട്ടതിന് ശേഷം മാന്ധാതാവ് മുനിയെ വണങ്ങി അയോധ്യയിലേക്ക് പോയി. മാന്ധാതാവിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് അയോധ്യാധിപതിയല്ലേ മാന്ധാതാവ്, അദ്ദേഹം പോയി എന്ന് പറയണം. ഇനിയിപ്പോ എന്താ, നമുക്ക് പ്രലംബവധം ആണ് വർണ്ണിക്കാനുള്ളത്. നാരദ മഹർഷി പറഞ്ഞു, ഗോപികളുടെ പരിപാവനമായ ചരിത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ഇച്ഛിക്കുന്നത് മഹാരാജാവേ എന്ന് നാരദ മഹർഷി ചോദിക്കുമ്പോൾ ബഹുലാക്ഷൻ എന്ത് പറയുന്നു? വൃന്ദാവനത്തിൽ രാസലീലകളാടി ഗോപീയൂഥങ്ങളുടെ മനോരഥം സാധിപ്പിച്ചതിന് ശേഷം ഭഗവാൻ എന്തെന്ത് ലീലകളാണ് ആടിയത് മഹർഷിയെ കേൾക്കാൻ കൊതിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ബലരാമനും മറ്റു ഗോപാലപാലന്മാരും ഒന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് കാളിന്തി തീരത്തുള്ള ഭാണ്ഡീരവനത്തിൽ കൃഷ്ണൻ കളിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾ 2 ചേരിയായി പിരിഞ്ഞ് ഒരാൾ മറ്റൊരാളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു തരം കളിയിൽ അവർ ഏർപ്പെട്ടു. അതായത് തോറ്റ ആള് ജയിച്ച ആളെ ചുമലിൽ എടുത്തിട്ട് വലിയൊരു മരമുണ്ട്, ആ മരത്തിന്റെ അടുത്തേക്ക് ഓടണം. ഇതാണ് പന്തയം. അങ്ങനെയാണ് 2 ചേരിയായി തിരിഞ്ഞിട്ട് അങ്ങനെയാണ് ഇവര് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിൽ കംസപ്രേരിതനായ പ്രലംബൻ എന്ന അസുരൻ ഒരു ഗോപാലന്റെ കപടവേഷം കൊണ്ട് അവർക്കിടയിൽ ചേർന്നു. മറ്റു കുട്ടികളൊന്നും ഇതറിഞ്ഞില്ലെങ്കിലും ഭഗവാന് കാര്യം മനസ്സിലായി, ഉണ്ണിക്ക് കാര്യം മനസ്സിലായി. കളിയിൽ ജയിച്ച ബലരാമനെ പ്രലംബൻ തോളിലെടുത്തുകൊണ്ട് യമുനാ തീരത്തിലെ ഭാണ്ഡീരവനത്തിനുള്ളിലേക്ക് കടന്ന് ബഹുദൂരം പോയി. അപ്പം അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഭാഗത്താണ് ഇവൻ കൂടിയിട്ടുണ്ടായിരുന്നത്. ഉണ്ണിക്കണ്ണന്റെ ഭാഗത്ത് കൂടി. അപ്പം ബലരാമനോട് പിടിച്ചിട്ടാകുമ്പോൾ ബലരാമൻ ജയിച്ചു. എന്നിട്ട് ചുമലിലെടുത്തിട്ട് പോണല്ലോ, എടുത്തിട്ട് പോന്നു. ഓടിയിട്ട് ദൂരം ഈ മരമെല്ലാം കഴിഞ്ഞിട്ട് എവിടെയോ ഓടാൻ തുടങ്ങി. ആ സുരൻ അവിടെ നിന്ന് മേൽപോട്ട് പൊങ്ങാൻ തുടങ്ങി. അപ്പം മധുരാപുരിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടെ കൊണ്ടു കൊടുക്കാൻ ജീവനോടെ. അസുരന്റെ മുതുകിൽ ഇടിമിന്നലൊത്ത മേഘം പോലെ കുണ്ടലങ്ങൾ അണിഞ്ഞ ബലരാമൻ ശോഭിച്ചു. ചില ആചാര്യന്മാര് പറയും അവിടെ നിന്ന് അടങ്കണ്ണിട്ട് അനിയനെ നോക്കി. അപ്പൊ അനിയൻ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കൊടുത്തോളൂ എന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒന്ന് കൊടുത്തു. മസ്തകം പൊട്ടിയ അസുരൻ വജ്രവാദമേറ്റ പർവ്വതം പോലെ നിലംപതിച്ചു. അവനിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് ബലരാമനിൽ തന്നെ ലീനമാവുകയും ചെയ്തു. ആകാശത്തിലും ഭൂമിയിലും ജയ ജയ രാമ രാമ, ജയ ജയ രാമ രാമ,
ജയ ജയ രാമ രാമ എന്നുള്ള ശബ്ദം അങ്ങനെ മുഴങ്ങി. ഇനി പ്രലംബാസുരന്റെ പൂർവ്വവൃത്താന്തം ഞാൻ അങ്ങനെ കൽപ്പിക്കാം. ഓരോ എല്ലാവർക്കും ഒരു പൂർവ്വവൃത്താന്തം ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴുള്ള കഥയും പറഞ്ഞു കൊടുക്കും, അവന്റെ പൂർവ്വവൃത്താന്തവും പറഞ്ഞു കൊടുക്കും. ശിവപൂജക്കായി ധാരാളം പൂക്കൾ വളർത്തിയിരുന്ന വൈശ്രവണൻ പൂന്തോട്ടത്തിന്റെ കാവലിനായി യക്ഷന്മാരെ ഏർപ്പെടുത്തിയിരുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ, ഒരു നല്ല പൂന്തോട്ടത്തിൽ കാവൽക്കാരനുണ്ടാവും. വിരിയുന്ന പൂക്കൾ കളവ് പോകുന്നതറിഞ്ഞ് കുബേരൻ ക്രോധം കൊണ്ട് ശപിച്ചു. ഞാനറിയാതെ ആരാണോ ഈ പൂന്തോട്ടത്തിൽ നിന്ന് പുഷ്പങ്ങൾ എടുത്തെടുക്കുന്നത് അവൻ അസുരനായി ഭവിക്കട്ടെ. ഇതായിരുന്നു ശാപം. ഹൂ ഹൂ എന്ന ഗന്ധർവന്റെ മകനായ വിജയൻ വിഷ്ണു കീർത്തനങ്ങൾ പാടിക്കൊണ്ടും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ചൈത്രരഥം എന്ന വൈശ്രവണന്റെ ഉദ്യാനത്തിലെത്തി. എന്ന പേര് വിജയൻ. വീണാപാണിയെ പാട്ടുപാടിക്കൊണ്ടുവന്ന ഗന്ധർവൻ വിഷ്ണു പൂജക്കായി പൂക്കൾ പറിച്ചു ഉടനെ അസുരനായി ഭവിച്ചു. പരമഭക്തനായിരുന്നു അദ്ദേഹം. പാട്ടും പാടിച്ച് വിഷ്ണു പൂജക്ക് പൂ പറിച്ചതാണ്. അപ്പൊ എന്തായിപ്പോയി? അസുരനായിപ്പോയി. മഹാത്മാവായ കുബേരനെ ശരണം പ്രാപിച്ച വിജയനിൽ പ്രസന്നനായ കുബേരൻ ശാപമോക്ഷം നൽകി. ശാന്താത്മാവും വിഷ്ണുഭക്തനുമായ നിനക്ക് ദ്വാപരാന്തത്തിൽ യമുനാതീരത്തുള്ള ഭാണ്ഡീരവനത്തിൽ വെച്ച് ബലരാമന്റെ കയ്യാൽ മൃത്യു സംഭവിക്കും. അപ്പോൾ അസുരത്വത്തിൽ നിന്നും മുക്തി ലഭിച്ച് പഴയപടി ഗന്ധർവത്വം തന്നെ തിരിച്ചു കിട്ടും കേട്ടോ, പേടിക്കണ്ട, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു. ഹൂ ഹൂ സുതനായ ആ ഗന്ധർവനാണ് പ്രലംബാസുരനായി തീർന്ന് കംസന്റെ കിങ്കരനായത്. ഇതാണ് അവന്റെ കഥ. ഇനി ഭഗവാന്റെ ദാവാഗ്നിവാനത്തെയും വിപ്രപത്നി മോക്ഷത്തെയും കുറിച്ച് പറയണ്ടേ? ഒരിക്കൽ ബലരാമനൊത്ത് ശ്രീകൃഷ്ണനും ബലനും ഗോപപാൽമാരും കളികളിൽ മുഴുകി. പശുക്കൾ തെല്ലകലെ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്നു. പശുക്കളെ തെളിച്ചു കൊണ്ടുവരാൻ എല്ലാവരും പോയി. ഗോപന്മാരൊക്കെ മുഞ്ഞക്കാട്ടിനുള്ളിലേക്ക് പോയി. ആളോളം പൊക്കത്തിലാണ് മുഞ്ഞപ്പുല്ല്. അത്രയും ഉയരത്തിൽ മുഞ്ഞപ്പുല്ല് മൂടിക്കിടന്നിരുന്ന ആ കാട്ടിൽ പെട്ടെന്നാണ് ഒരു കാട്ടുതീ പടർന്നു പിടിച്ചത്. പേടിച്ചു പോയി കുട്ടികള്. പേടിച്ച് രാമ രാമ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ ഉറക്കെ വിളിച്ചു കരയാൻ തുടങ്ങി. അതുപോലെ പശുക്കൾ അലറി വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണ്ടെന്ന് അറിയുന്നില്ല അവർക്ക്. തന്റെ കൂട്ടുകാർ അഗ്നിഭയത്താൽ ദുഃഖിതരായത് കണ്ട് യോഗേശ്വരനായ കൃഷ്ണൻ എല്ലാവരോടും കണ്ണു ചിമ്മി നിന്നുകൊള്ളാൻ പറഞ്ഞു. ഗോവിന്ദ കനിവാർന്നു നോക്കുകവിടം വേകുന്നു തീജ്വാലയാൽ, വേഗാൽ നീ തെളിവോടിതിന് പരിഹാരം കാണണേ മാധവ. ഏവം നൊന്തു വിളിച്ചിടുന്നൊരിടയപ്പിള്ളേർക്ക് രക്ഷയ്ക്കു തീതൂ വെണ്ണക്ക് സമം വിഴുങ്ങിയവനെ നീയങ്ങ് മായാമയാ. അങ്ങനെ സർവഭൂതങ്ങൾക്കും ഭയം ജനിപ്പിച്ചുകൊണ്ട് ആളിപ്പടർന്നിരുന്ന ആ ദാവാഗ്നി ദേവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കെ കൃഷ്ണൻ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. പണ്ട് മഹാദേവൻ കാളകൂട വിഷത്തിന് കൈ നീട്ടിയതുപോലെ ഭഗവാൻ രണ്ട് കൈയും നീട്ടി അതിങ്ങനെ ഒരു എണ്ണ പോലെ, ഒരു സിറപ്പ് പോലെ ഭഗവാന്റെ കയ്യിലേക്ക് ഒതുങ്ങി ഭഗവാൻ വിഴുങ്ങി. അങ്ങനെ കാട്ടുതീ വിഴുങ്ങിയല്ലോ. അതിനുശേഷം ഗോപന്മാരെയും ഗോക്കളെയും യമുനാതീരത്തിലുള്ള അശോകവനത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് മുമ്പേയും ഒരു ദിവസം കാട്ടുതീ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കറിയാം, കാളിയമർദ്ദനം നടന്ന ദിവസമല്ലേ അത്? അതെ. അപ്പോഴേക്കും വിശപ്പ് കൊണ്ട് അതിയായി വലഞ്ഞുപോയി കുട്ടികള്. കൈകൂപ്പിക്കൊണ്ട് രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാത്ത വിശക്കുന്നല്ലോ കണ്ണാ. ആഹാരം വല്ലതും കിട്ടിയില്ലെങ്കിൽ ക്ഷീണം മൂലം ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇത് കേട്ട് കരുണാമൂർത്തിയായ ഭഗവാൻ അവരെ കുറച്ചു ദൂരെ അതൊരു പുക കാണുന്നില്ലേ, ഇവിടെ വലിയ ഗംഭീരമായ യാഗം നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് പറഞ്ഞോളൂ, ഭക്ഷണം തരൂട്ടോ എന്ന് പറഞ്ഞയച്ചു. അവര് പോയിട്ട് പറഞ്ഞു, മഹാബ്രാഹ്മണരെ, വ്രജേശ്വരനായ നന്ദന്റെ പുത്രൻ ബലരാമനോടുകൂടി പശുക്കളെ മേച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ, ഭക്ഷണം വല്ലതും തരണേ എന്ന് പറഞ്ഞു. ഇത് കേട്ട ബ്രാഹ്മണര് ഉത്തരവൊന്നും മിണ്ടിയില്ല. എന്നല്ല, ചെവി കേൾക്കാതെ വരാ മാതിരിയായി പോയി. ചെവി കേൾക്കാതെ പോലെ അവർ കേൾക്കുന്നില്ലേ പറഞ്ഞത്. അങ്ങനെ അവരവരുടെ ജോലിയിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. നിരാശരായ ഗോപപാലൻ മടങ്ങി വന്ന് കൃഷ്ണനോട് പറഞ്ഞു, നിങ്ങളൊക്കെ വ്രജത്തിന്റെ അധിപന്മാർ മാത്രമാണ് കേട്ടോ. ഗോകുലത്തിൽ ശിക്ഷാ നടപടികൾക്ക് നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ലല്ലോ. ഇത് മധുരാപുരിയാണ്, നോക്കൂ.
ഞങ്ങൾ എത്ര തന്നെ കേണി യാചിച്ചിട്ടും ആ ബ്രാഹ്മണൻ ഒരക്ഷരം മറുപടി പറഞ്ഞുവോ? പറഞ്ഞില്ല. ഇത് കേട്ട കൃഷ്ണൻ അവര് വിപ്രപത്നിമാരുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. നിങ്ങള് ഒരു കാര്യം ചെയ്യൂ, അടുക്കള ഭാഗത്തേക്ക് പോയിക്കോളൂ. അവിടെ വിപ്രപത്നിമാരുണ്ട്, അവരെന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഭക്ഷണം തരാതിരിക്കില്ല. കൃഷ്ണനും രാമനും ഇവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ പോയി. അവര് പോയിട്ട് പറഞ്ഞു, ബ്രജേശ്വരന് നന്ദഗോപന്റെ പുത്രൻ ജ്യേഷ്ഠനായ ബലരാമനും ഒന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ കലശലായി വിശക്കുന്നുണ്ട്, വല്ലതും തരണേ. ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് കേൾക്കലേ വേണ്ടൂ. വിപ്രപത്നിമാര് ഭഗവാനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് പാത്രങ്ങൾ ചതുർവിധ ഭോജ്യങ്ങളുമായി ഓടിക്കുന്നത് എല്ലാം പോരി പല പല പാത്രങ്ങളെ പലതരം വിഭവങ്ങൾ എടുത്തിട്ട് ഓടി 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 അവര് വന്നു. ഒരു ലജ്ജ വെടിഞ്ഞുകൊണ്ട് തന്നെ അവര് വന്നു. യമുനാതിരത്തിൽ അശോകവനത്തിലെത്തിയവർ പണ്ട് കേട്ടറിഞ്ഞ മാതിരി തന്നെ അതീവകോമളനായ ശ്യാമസുന്ദരനെ കണ്ണ് നിറയെ കണ്ട് കൃതാർത്ഥരായി. ഗുരുവായൂരമ്പലത്തിൽ പോയാൽ നമ്മൾ കാണുന്നില്ല, കണ്ണ് നിറയെ കാണണമെന്ന് വെച്ചിട്ടാ പോവുക. കാണാൻ വിടാത്തത് പിന്നെ അവിടുത്തെ ഡ്യൂട്ടിക്കാരുടെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഒരു ഡ്യൂട്ടി അല്ലേ. ഒരാള് കണ്ടോട്ടെ എന്ന് വെച്ചാൽ പിന്നെ പിറകിൽ വരുന്നവരെല്ലാവർക്കും കാണാം. പിന്നെ ഇത്രയും കോടാനുകൂടി ജനങ്ങളെ നിയന്ത്രിക്കുന്ന പണിയല്ലേ അവർക്ക്. അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുമാതിരി നിറയെ കണ്ടു. രോഗികൾക്ക് മാത്രം അനുഭവവേദ്യമായ തുല്യാവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു. അവരെന്തായിപ്പോ സാധാരണ ലൗകികത്തിൽ നിന്ന് തുല്യാവസ്ഥയിലേക്ക് എത്തിപ്പോയി. അവര് നിഷ്കളങ്കമായ വിപ്രപത്നിമാരുടെ പ്രേമഭക്തി കണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ വധുക്കളെ, എന്റെ ദർശനാർത്ഥം ഇവിടെ എത്തി നിങ്ങൾ ധന്യകളാണ്. ഒട്ടും താമസാതെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഭർത്തൃശുശ്രൂഷ ചെയ്യുവിൻ. നിങ്ങളുടെ പ്രഭാവം മൂലം നിങ്ങളുടെ പതികൾ യജ്ഞഫലം നിങ്ങൾ ഒത്തനുഭവിക്കും. എന്നാൽ പരിശുദ്ധനായ ഭക്തിയുള്ള നിങ്ങൾ പരമപദമായ ഗോലോകം പ്രാപിക്കുകയും ചെയ്യൂട്ടോ. ഭഗവാനെ വണങ്ങിക്കൊണ്ട് വിപ്രപത്നിമാർ മടങ്ങി യാഗശാലയിലെത്തി. അപ്പൊ എന്ത് ചെയ്തുവായിരുന്നു? ആ യാഗത്തിന്റെ യജമാനനുണ്ടല്ലോ, യജമാന പത്നി വരാൻ പുറപ്പെട്ടപ്പോ തടഞ്ഞു. അങ്ങനെ പോവാൻ പാടില്ല അത്രേ. അതുകൊണ്ടെന്തോ അങ്ങനെ തടഞ്ഞു വെച്ചു. അവര് ഭഗവാനെ തന്നെ ചിന്തിച്ച് അവിടെ തന്നെ ജീവൻ ത്യജിച്ചു എന്നാണ് പറയുന്നത്. തങ്ങളുടെ പത്നിമാരുടെ ദൃഢഭക്തി കണ്ട ബ്രാഹ്മണർ ലജ്ജിതരായി. എങ്കിലും കംസനെ ഭയന്നത് കൊണ്ടാണ് അവരൊന്നും കുട്ടികളോട് ചെവി കേൾക്കാതെ മാതിരി നിന്നതും ഒന്നും കൊടുക്കാതെന്നും കംസനെ ഭയന്നു. സ്ത്രീകൾക്കൊന്നും കംസന ഭയമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെന്ന് കാണാൻ അവർ ധൈര്യപ്പെട്ടില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൃഷ്ണനും രാമനും ഗോപന്മാരും പശുക്കളുമൊത്ത് ഗോകുലത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരിക്കലെന്ത്, പിന്നൊരു ദിവസം, ആ ദിവസം അതങ്ങനെ കഴിഞ്ഞു. പിന്നൊരു ദിവസം നന്ദഗോപൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശി സ്നാനത്തിനായി ഗോപന്മാരോട് ഒത്ത് വെള്ളത്തിലിറങ്ങി. അപ്പോ വെളുപ്പാങ്കലായില്ല. അഹസ് ഉണർന്നില്ല എന്നാ പറയണത്. അഹസ് ഉണരുന്നതിന് മുമ്പേ വെള്ളത്തിലിറങ്ങാൻ പാടില്ല അത്രേ. ഇദ്ദേഹം അതൊന്നും അറിയാതെ ശ്രദ്ധിക്കാതെ വെള്ളത്തിലിറങ്ങി. വരുണന്റെ ഭൃത്യമന്ത്രം എന്ത് ചെയ്തു? നന്ദഗോപനെ മാത്രം പിടിച്ചു വരണാലയത്തിലേക്ക് കൊണ്ടുപോയി. മുങ്ങിയതിനു ശേഷം വെള്ളത്തിൽ നിന്നും പൊങ്ങി വരാത്ത നന്ദനെ കുറിച്ച് ഗോപന്മാർ ആശങ്കാകുലരായി. അവരെല്ലാം ചേർന്ന് ബഹളം വെക്കാൻ തുടങ്ങി. എല്ലാവരെയും ആശ്വസിപ്പിച്ചതിന് ശേഷം ഭഗവാൻ വെള്ളത്തിലിറങ്ങി വരുണാലയത്തിലേക്ക് പോയി. പിന്നെ ആരോട് കളി? അവിടെ എത്തി വരുണപുരിയിലെ കോട്ട നശിപ്പിച്ചു. അമിത തേജസ്സോടെ ക്രുദ്ധനായി തന്റെ നേർക്ക് വരുന്ന കൃഷ്ണനെ കണ്ട് വരുണൻ ഭയപ്പെട്ടു. നമശ്രീ കൃഷ്ണചന്ദ്രായ, നമശ്രീ കൃഷ്ണചന്ദ്രായ, നമശ്രീ കൃഷ്ണചന്ദ്രായ, നമശ്രീ കൃഷ്ണചന്ദ്രായ എന്ന മന്ത്രം ചൊല്ലി സ്തുതിച്ചതിന് ശേഷം തന്റെ ഭൃത്യന്റെ മൂഢത കൊണ്ട് പറ്റിപ്പോയ അബദ്ധം ക്ഷമിക്കണേ 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 എന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. വരുണനിൽ പ്രസന്നനായ ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് നന്ദഗോപനെയും കൂട്ടി ഇഷ്ടമാതിരി രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും വാരി കെട്ടി കൊടുത്തയച്ചു അദ്ദേഹം വരുണൻ. അങ്ങനെ ബന്ധുജനങ്ങൾ നിറഞ്ഞ വ്രജമണ്ഡലത്തിലെത്തി. നന്ദരാജന്റെ മുഖത്തു നിന്നും ശ്രീകൃഷ്ണ പ്രഭാവം കേട്ടറിഞ്ഞ ചില ഗോപന്മാർ കൃഷ്ണനോട് പറഞ്ഞു,
ലോകപാലന്മാരാൽ കൂടി പൂജിക്കപ്പെടുന്ന അങ്ങ് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. അങ്ങയുടെ ആവാസസ്ഥാനമായ വൈകുണ്ഠപദം ഞങ്ങൾക്ക് കാണിച്ചു തരിക. ആര് പറഞ്ഞത്? കുട്ടികള്. അവര് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കാണണേ എന്ന് പറഞ്ഞു. ഓ, ഭഗവാൻ ഉടനെ തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുത്തു. ജ്യോതിർമയമായ തന്റെ സ്വരൂപവും ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ എത്തിയ സമയത്തോ ഇവരും വേഗം കണ്ണാ കൃഷ്ണ എന്ന് വിളിച്ച് അകത്തേക്ക് പിറകെ ഓടുന്ന കുട്ടികൾ അവിടെ എത്തുമ്പോ നിൽക്ക അവിടെ എവിടത്തേക്കാ ഇങ്ങനെ ഓടുന്നു ചോദിച്ചു തടുക്കാൻ ആളുണ്ടായിരുന്നു അവിടെ. വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു. ജ്യോതിർമയമായ തന്റെ സ്വരൂപവും കാണിച്ചു കൊടുത്തു. ശേഷശായി ആയിക്കൊണ്ട് 1000 കൈകളും കിരീട കുണ്ടലാദികളും ശംഖചക്ര ഗദാപത്മങ്ങളും ധരിച്ച് ശ്രീവത്സം കൗസ്തുഭങ്ങളോടെ വനമാലാധാരിയായി അനേകം സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ അതിതേജസ്വിയായ വിഷ്ണു രൂപം കണ്ട് ഗോപന്മാർ സാഷ്ടാംഗം പ്രണമിച്ച് സ്തുതിച്ചു. ഗോപഗണത്തെ വിഷ്ണു പാർഷദന്മാർ ഒന്ന് ഒതുക്കി നിർത്തി. പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോപന്മാരോടൊന്നും സംസാരിക്കാതെ മൗനം പാലിച്ച് നിലകൊള്ളാൻ പാർഷദന്മാർ കൽപ്പിച്ചു. മിണ്ടാൻ പാടില്ല, മുഖത്ത് വരലൊരു മിണ്ടാൻ പാടില്ല, ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുക. അയ്യോ, ഇതൊന്നും ഞങ്ങൾക്ക് ഭൂമിയിലുണ്ടായിട്ടില്ലല്ലോപ്പാ എന്ന് വിചാരിച്ചു അവര്. ഭാഷണം നിഷിദ്ധമായതും വേദങ്ങൾക്ക് മാത്രം ഉച്ചാരണത്തിന് അനുവദനീയവുമായ ആ കാലത്ത് മൗനം പാലിച്ചുകൊണ്ടിരുന്ന ഗോപന്മാർ ചിന്തിച്ചു, ഓ, കൃഷ്ണനതാ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു, നാം എത്ര അകലെയാണ് നിൽക്കുന്നത്. കൃഷ്ണൻ നമ്മെ കണ്ട ഭാവം കൂടി നടിക്കുന്നില്ലല്ലോ. ഇതിൽ എത്രയോ സുഖം നമുക്ക് വർഗമണ്ഡലത്തിൽ തന്നെയാണ്. ഒരു കളിക്കൂട്ടുകാരനെ പോലെയല്ലേ നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഉണ്ടായിരുന്നത്. കൃഷ്ണനുമായി ഇടപഴകാൻ അവിടെ എന്ത് സ്വാതന്ത്ര്യം, എത്ര സ്വാതന്ത്ര്യം! വൈകുണ്ഠത്തെക്കാൾ നല്ലത് വൃന്ദാവൻ തന്നെ, സംശയമില്ല. ഗോപന്മാരിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ തന്നെ അവരതാ വൃന്ദാവനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഒരു മായ കൊണ്ട് കാട്ടിക്കൊടുത്തതാണ് അവർക്ക്, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയതൊന്നല്ല. ഭഗവാന്റെ മായാവിലാസത്തെ പറ്റി ചിന്തിച്ച് അവർ ആശ്ചര്യം കൊണ്ടു. അങ്ങനെ ഒരു ദിവസം കഥകളിങ്ങനെ തുടർന്ന് കേൾക്കണമെന്ന് ഈ ബഹുളാശ്വ മഹാരാജാവ് പറയുന്ന സമയത്ത് ശ്രീനാരദ മഹർഷി പറയാണ് ചെയ്യുന്നത്. പിന്നൊരു ദിവസം ഗോപന്മാരും ഋഷഭാനുക്കളും ഉപനന്ദന്മാരും രത്നങ്ങൾ നിറച്ച വണ്ടികളുമായി അംബികാവനത്തിൽ വന്നു. ഭദ്രകാളിയെയും അതുപോലെ തന്നെ മഹാദേവനെയും പൂജിച്ച് ബ്രാഹ്മണർക്ക് ബഹുവിധ ദാനങ്ങൾ ചെയ്ത ശേഷം അന്നപാനാദികൾ ഭുജിച്ച് അന്ന് രാത്രി ആ നദീതീരത്ത് തന്നെ കടന്നുറങ്ങി. ഇവർ പലപ്പോഴായിട്ടും ഈ നദി അവർക്ക് ഒരു പേടിയില്ല. എന്തിനീ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ പേടി വേണോ? നമുക്ക് പേടിയുണ്ടോ? ഭഗവാൻ കൂടെ ഉള്ളവർക്ക് എന്തിനാ പേടി? എനിക്ക് പേടിയില്ല, ലേശം പേടിയില്ല. സത്യം, ഉണ്ണി കൂടെ ഉണ്ടാകുമ്പോ പേടിക്കണം. ചടപടക്കെട്ടി വീണു, കൈയും കാലൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേദന പറ്റിയിട്ടുണ്ടാവില്ല, നമുക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ താങ്ങി നമ്മളെ നിലം തൊടിക്കാതെ ആ രീതിയിലുള്ള ഭഗവാൻ ആ പൊന്നുണ്ണിക്കണ്ണൻ കൂടെ ഉണ്ടാകുമ്പോ നമുക്കെന്തിനാ പേടി? അതുപോലെ ഇവർക്കും പേടിയില്ല. എവിടെയാന്ന് വെച്ചാൽ അവിടെ കടന്നുറങ്ങും. രാത്രി ഒരു മഹാസർപ്പം വന്നിട്ട് നന്ദഗോപന്റെ കാലിന്മേൽ പിടികൂടി. അദ്ദേഹത്തെ അല്പാൽപമായി വിഴങ്ങാൻ തുടങ്ങി. പെരുമ്പാമ്പ് തന്നെ. ഭയവിഹ്വലൻ നന്ദരാജൻ കൃഷ്ണ കൃഷ്ണ മോനെ ഉണ്ണി എന്നുറക്കെ വിളിക്കാൻ തുടങ്ങി. അടുത്ത് കിടന്നിരുന്ന ഗോപന്മാർ തീക്കൊള്ളി കൊണ്ടും വലിയ കല്ലുകളും വടികളും കൊണ്ടും സർപ്പത്തെ അടിച്ചും കുത്തിയും നന്ദരാജനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒന്നും പറ്റുന്നില്ല അവരുടെ ശ്രമങ്ങള്. അപ്പോ ശ്രീകൃഷ്ണൻ അവിടെ ഓടിയെത്തി തന്റെ കാൽ കൊണ്ട് കൊടുത്ത ഒരു ചവിട്ട്. അത്ഭുതം എന്ന് പറയട്ടെ, സർപ്പം അതിന്റെ തിര്യരൂപം വിട്ട് ഒരു ആയിട്ടല്ലേ സർപ്പം തിര്യക്കാണ്. ഉടനെ തന്നെ ഒരു വിദ്യാധരനായി തീർന്നു. ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കൂപ്പുകയോടെ പറഞ്ഞു, ഞാൻ സുദർശനൻ എന്ന ഒരു വിദ്യാധരനാണ് ഭഗവാനെ. സുദർശനോ നാമനഭശ്ചരൻ ഞാൻ സുദർശനാംഭോരുഹ ചക്രവാണേ ത്വൽപാദ സമ്പർക്കവശേന ശാപം കിൽപ്പോടു വേർപെടുത്തിതു സാമ്പ്രതം മേ. എന്റെ പേര് വിദ്യാധരൻ എന്നാണ്. അങ്ങയുടെ ചക്രത്തിന്റെ കൂടെ ഒരു സൂ കൂട്ടിയാൽ എന്റെ പേരായി. സുദർശനൻ, സുദർശനം ചക്രം, ഞാനൊരു സുദർശനൻ ഇന്ന് കൂട്ടിട്ടാകുമ്പോ എന്റെ പേരതായില്ലേ. അഷ്ടാവക്രമുനിയെ കണ്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ ഇടയായി ഞാൻ. കോപം കൊണ്ട മഹർഷി സർപ്പത്വം ഭവിക്കട്ടെ എന്ന് ശപിച്ചു. ആര്?
അഷ്ടാവക്ര മഹർഷിനെ കണ്ടിട്ട് എല്ലാരും പരിഹസിക്കാറും ശാപം മണിക്കാറും ഗംഭീരാണ്. സ്ത്രീകളായാലും പിന്നെ പരിഹസിക്കും. 8 വളവാണല്ലോ, അതിൽ അഷ്ടാവക്ര എന്ന പേര്. ഭഗവൻ, അങ്ങയുടെ കാരുണ്യത്താൽ ഞാനിതാ ശാപമുക്തി നേടിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തോത്രങ്ങളാൽ സ്തുതിച്ച് പ്രീതനാക്കി ആ വിദ്യാധരൻ സർവോപദ്രവമുക്തമായ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. നന്ദാദികൾ ആശ്ചര്യം കൊണ്ടുപോയി. ഭഗവാന്റെ മായാവിലാസത്താൽ തന്നെ തന്റെ മകൻ പരമാത്മാവായിരിക്കുന്ന പരമേശ്വരനാണെന്ന ബോധം മറന്ന് നന്ദഗോപാൽ എന്ത് ചെയ്തു? ഉണ്ണിയെ മാറോടണച്ച് ആലിംഗനം ചെയ്തു. ഇപ്രകാരം സർവപാപഹരമായ സുദർശനോപാഖ്യാനം ഞാൻ അങ്ങേ കേൾപ്പിച്ചു. ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയുന്നതൊക്കെ അങ്ങേക്ക് പറഞ്ഞു തരാൻ എനിക്ക് താല്പര്യമുണ്ട്. സന്തോഷമേ ഉള്ളൂ മഹാരാജൻ, അതുകൊണ്ട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ബഹുലാശ്വൻ പറയുന്നു, മഹർഷി, സുദർശനന് മുക്തി നൽകിയ ശേഷം പിന്നീട് എന്തൊക്കെ ലീലകളാണ് ഭഗവാൻ രജത്തിൽ വെച്ച് കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നത് നമുക്ക് നാളെ പറയാം പറഞ്ഞു. അരിഷ്ടൻ എന്നുള്ളൊരു ദൈത്യനാലുള്ള അരിഷ്ടമെന്നാടിന് തട്ടിയപ്പോൾ ഗരിഷ്ഠനാം നീ കൊല ചെയ്ത ശേഷം അരിഷ്ടമായുള്ള പദം ലഭിച്ചാൽ. അങ്ങനെ അരിഷ്ടാസുരനും വ്യോമാസുരനും കൊന്ന കഥ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം എന്നല്ല. ആ പൊന്നുണ്ണിക്കണ്ണനെ പാദപത്മങ്ങളിൽ വെച്ച് നമസ്കരിച്ച് നമുക്ക് നാളെയും പറയാൻ അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്